ആ, നമ്മള് കീർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ യെസ് പ്രഭു, തുടങ്ങാറ്? യെസ് പ്രഭു, യെസ് പ്രഭു. जय राधा माधव, जय कुंज विहारी, जय गोपी जन वल्लभा, जय गिरिवरधारी, जय गिरिवरधारी, जय यशोधनन्दन, जय यमुनातिलवनचारि, जय यशोधनन्दन, जय बजरंजन, जय राधा माधव, जय कुंज बिहारी, जय राधा माधव, जय कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। श्री राधा श्याम सुंदर की जय, कृष्ण राम की जय, श्री श्री गौरताय की जय, श्री प्रभुपाद की जय, गुरुदेव की जय, जय गौ प्रेमानंदे, हरि हरि बोल। हरे कृष्ण। ॐ ज्ञानस्य ज्ञानाञ्जनश्लाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरून् श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सागररघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्ण पादान सागण ललिता श्री विशाखानिधाम हे कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തരെയും പാദങ്ങളുടെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. ചെറിയ സാങ്കേതിക തടസ്സം കാരണം ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റായി, ദയവായി ക്ഷമിക്കണം എല്ലാവരും. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. രണ്ടാധ്യായത്തിലെ 50ഉം 51-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. बुद्धियुक्तो जहातीह उपे सुकृत दुष्कृते, तस्माद् योगाय युज्यस्व യോഗകർമ്മസു കൗശലം. ബുദ്ധിയുക്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടവൻ ഇഹ ഈ ലോകത്തിൽ തന്നെ, ഈ ജന്മത്തിൽ തന്നെ, സുകൃത ദുഷ്കൃതെ
പുണ്യപാപ ഫലങ്ങൾ ഉഭേ രണ്ടിനെയും ജഹാദി ത്യജിക്കുന്നു. തസ്മാത് അതുകൊണ്ട് യോഗായ ഭക്തിപൂർവ സേവനത്തിന് യുജ്യസ്വ യോജിച്ചാലും ഒരുങ്ങിയാലും യോഗ യോഗം കൃഷ്ണാവബോധം കർമ്മസു കർമ്മങ്ങളിലുള്ള കൗശലം കുശലതയാകുന്നു. വിവർത്തനം ഭാവാർത്ഥം ഭായി ജയ. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. ഭാവാർത്ഥം. അനാദികാലം മുതൽക്കേ ഓരോ ജീവാത്മാവും നല്ലതും ചീത്തയുമായ സ്വന്തം കർമ്മങ്ങളുടെ നാനാവിധ ഫലങ്ങളെ സഞ്ചയിച്ച് പോരുന്നു. തന്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് അവൻ നിരന്തരം അജ്ഞനാണ്. വിധേനയും കൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും പ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക എന്നുള്ള ഭഗവത്ഗീതയുടെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും. അതുകൊണ്ട് കർമ്മഫലങ്ങളുടെ ശുദ്ധീകരണത്തിനുതകുന്ന കൃഷ്ണാബോധത്തോടെ പ്രവർത്തിക്കുവാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു. ശ്ലോകം 21. കർമ്മജം ബുദ്ധിയുക്ത ഹി ഫലം ത്യക്ത്വാ മനീഷിന ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. മനീഷിന ഹി യോഗികൾ അല്ലെങ്കിൽ ഭക്തന്മാർ ബുദ്ധിയുക്ത ഭക്തിയുത സേവനത്തിൽ നിരതരായി കർമ്മജം കർമ്മത്തിൽ നിന്നുളവായ ഫലത്തെ ത്യക്ത്വ ത്യജിച്ചിട്ട് ജന്മബന്ധ വിനിർമുക്ത ജന്മമാകുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തരായി അനാമയം ദുഃഖമില്ലാത്ത പദത്തെ സ്ഥാനത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം വിവർത്തനം. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാരും ഭക്തന്മാരും ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനനമരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവ സന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഭാവാർത്ഥം. മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം 14-ാം അധ്യായം 58 ശ്ലോകം വിവരിക്കുന്നുണ്ട്. സമാശ്രിതായേ പദ പല്ലവപ്ലവം പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർ വത്സപദം പരം പദം 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 യത് വിപദം ന തേഷാം. പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകൾപ്പെട്ടവനുമായ കൃഷ്ണന്റെ ചരണ പല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം അല്ലെങ്കിൽ ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവയ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. ഓരോ അടിവയ്പിലും ആപത്തുള്ള ദുരിതപൂർണമായ ഒരിടമാണ് ഈ ഭൗതിക ലോകം എന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണിത ഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെങ്ങും ഏതുവിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിത ക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങും കൊടികുത്തി വാഴുന്നുണ്ട്. ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസ്യമാണ് തന്റെ മൂലസ്വരൂപം എന്നതിനെ കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്ര പ്രേമത്തോടെ
ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഭൗതികവും ശോക ശോകാവിഷ്ടവുമായി മായ ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിന്റെയും മരണത്തിന്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠലോകം പോകാൻ അർഹനാകുന്നു. തന്റെ മൂലസ്വരൂപം മനസ്സിലാക്കുക എന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവാത്മാവിന്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നു തന്നെ എന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ്. ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ അയാളെ കൊണ്ട് ആവില്ല. സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തന്റെ നില ദാസന്റേതാണ് എന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠ പദപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു. കൃഷ്ണന് വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്ന് തന്നെയോ ഭഗവത് സേവനമെന്ന് തന്നെയോ പറയാം. ഹരേ കൃഷ്ണൻ. ഹരേ കൃഷ്ണൻ. സോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകം ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മ കുശലതയാണ് യോഗം. ഇപ്രകാരം ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാരും ഭക്തന്മാരും ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഹരേ കൃഷ്ണ. സോ ഇവിടെ ശ്ലോകം 50-ാമത്തെയും 51-ാമത്തെയും ശ്ലോകത്തില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാണ് എന്താണ് കർമ്മകുശലത എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് അർജുനനെ പറഞ്ഞു കൊടുക്കാണ്. ഇപ്പോ അർജുനൻ ഓൾറെഡി കൃഷ്ണനെ ഭഗവാനെ ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അർജുനൻ പറഞ്ഞു ഇനി എന്താ പറയാ, കൃഷ്ണ ഞാന് ഗുരുവായി എന്നെ ശിഷ്യനായിട്ട് ശിഷ്യസ്തേഹം ശാതി മാനത്തോളം പ്രപന്ന എന്ന് പറയുന്നുണ്ടല്ലേ. എന്നെ ശിഷ്യനായി സ്വീകരിച്ച് അങ്ങ് എന്റെ എന്താ പറയാ അജ്ഞാനം എല്ലാം എനിക്ക് മാറ്റി തരണമെന്ന്. അപ്പോ ഭഗവാൻ ഇവിടെ ഒരു എന്താ പറയാ അർജുനന്റെ വെരി ക്ലോസ് ഫ്രണ്ട് ആണ്, ബന്ധുവാണ്. പക്ഷെ ഇവിടെ ഒരു ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുകയാണ്. അപ്പോ ഈ 2-ാം അധ്യായത്തില് ബേസിക്കലി നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന 3 മുതൽ 18-ാം അധ്യായം വരെയുള്ള എല്ലാ അധ്യായങ്ങളുടെയും ഒരു സംഗ്രഹമാണ് ഈ 2-ാം അധ്യായം എന്നുള്ളത്. ഇപ്പോ ഭഗവാൻ ആദ്യം ഇപ്പൊ നമ്മള് ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുമ്പോ നമ്മള് അവർക്ക് അത് ഭയങ്കര ആദ്യം ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. നീ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഞാനത് അതെങ്ങനെ ചെയ്യാ എന്ന് അവര് ചോദിക്കുമ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അല്ലെ. അതുപോലെ ആദ്യം ഭഗവാൻ വളരെ ഷോർട്ടായിട്ടെല്ലാം കർമ്മകുശലത യോഗമാണ്, എന്താ പറയാ ഇതിനു വേണ്ടിയൊക്കെ പ്രയത്നിക്കണം എന്ന് പറയണം. അപ്പൊ അർജുനൻ ഇതിനെ പറ്റി ഇനി വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെയും കുറിച്ച് ചോദിക്കും. ഭഗവാൻ അതിനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇനി വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും, കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനവും, പിന്നെ ധ്യാനയോഗം, ബുദ്ധിയോഗം, ഭക്തിയോഗം, അങ്ങനെ എല്ലാം നമുക്ക് വഴിയെ വഴിയെ കാണാം. അപ്പോ കൃഷ്ണൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബുദ്ധിയുക്തോ ജഹാതിഹ, പിന്നെ സുകൃത ദുഷ്കൃത്തെ, പിന്നെ യോഗകർമ്മസു കൗശലം, പിന്നെ ജന്മബന്ധ വിനിർമുക്ത, പിന്നെ ഗച്ഛന്തി പദം അനാമയം. ഓക്കെ, ഈ കുറച്ച് വേർഡ്സ് ഇതിലെ മെയിൻ വേർഡ്സ് ആണ്, ഇമ്പോർട്ടന്റ് വേർഡ്സ് ആണ്, നമ്മള് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ബുദ്ധിയുക്ത എന്നുള്ള വാക്കിന് ശ്രീല പ്രഭുപാദർ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടവൻ എന്നാണ്.
ബുദ്ധിയുക്ത എന്ന വാക്കിന് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടവൻ എന്ന് എന്തിനാ പ്രഭുപാദ ട്രാൻസ്ലേറ്റ് ചെയ്തത്? കാരണം അതൊരു എവിടെയും ഒരു മാച്ച് ആവുന്നില്ല അല്ലേ? നമുക്കിപ്പോ സാമാന്യം ഇപ്പൊ എന്താ പറയാ, നമ്മുടെ മലയാളം ഭാഷയാണെങ്കിൽ തന്നെ എന്താ പറയാ സംസ്കൃതത്തിൽ നിന്ന് ഡെറൈവ് ചെയ്തിരിക്കുന്നതല്ല. അപ്പൊ ബുദ്ധിയുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എവിടെയാണ് എന്താ പറയാ ഭക്തിയുത സേവനം എന്നൊരു അർത്ഥം വരുന്നത് എന്ന് നമുക്ക് ആരായാലും ചിന്തിച്ചു പോവാം. ഏഹ്. ഇപ്പൊ ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ആഹ് ആധ്യാത്മികമായ വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പയറിംഗ് ടു ഒരു സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള ഒരു എന്താ പറയാ സാഹിത്യകാരനും ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആഹ് ഇപ്പൊ ഒരു സാധാരണ ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു സാധാരണ സാഹിത്യകാരന് ഒരു ഫിലോസഫർക്ക് ഇതിനെ പ്രഥമ ദൃഷ്ട്യാ ആ വാക്കിനെ എന്താ പറയാ ഭിന്നിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അർത്ഥമാണ് അയാള് അവിടെ എഴുതുക. പക്ഷെ ഒരു ആധ്യാത്മികമായ വ്യക്തിക്ക്, അതായത് സത്യം തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആധ്യാത്മിക ജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് എന്താ പറയാ ഒരു വസ്തുവിന് അപ്പുറത്തും അതിന്റെ അപ്പുറത്തും അത് എവിടെ നിന്നും ഉത്ഭവിക്കുന്നു എന്നും എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അതിനെ കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് കുറേം കൂടിയും അവരുടെ വിഷൻ കുറേം കൂടിയും ഡീപ്പർ ആയിരിക്കും സാധാരണ ഒരു വ്യക്തിയെക്കാളും. ഇപ്പോ പ്രഭുപാദ് ഇവിടെ എന്തുകൊണ്ടാണ് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടവൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ബുദ്ധിയുക്ത എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് നമ്മള് കർമ്മം ചെയ്യണം. അതാണ് ഒരു പ്രഥമ ദൃഷ്ട്യാ വരുന്ന ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് അതായത് ആ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഒരു ഫലം അതായത് എന്താ പറയാ നമ്മളെ വീണ്ടും അതിനെ ഇവിടെ തന്നെ പിടിച്ചിടുന്ന കർമ്മമാവരുത്. അത് നമുക്ക് ഇവിടുന്ന് മുക്തി നേടിത്തരുന്ന ഒരു കർമ്മമായിരിക്കണം അത്. അപ്പൊ അത് നമുക്ക് എന്തിൽ നിന്നാണ് ഇവിടെ മുക്തി ആവശ്യം? ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ജന്മബന്ധ വിനിർമുക്ത, അതായത് ജനന മരണങ്ങളിൽ നിന്നുള്ള ആ ചങ്ങലയിൽ നിന്നുള്ള മുക്തിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? സുകൃത ദുഷ്കൃത, അതായത് പാപ പുണ്യഫലങ്ങളിൽ നിന്നെല്ലാം അതിന്റെ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മുക്തി നേടണം. അപ്പൊ പാപ പുണ്യം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പാപ പ്രതികരണങ്ങളിൽ നിന്ന് പാപകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടണം എന്ന് വെച്ചാൽ ഓക്കെ മനസ്സിലാക്കാം. പക്ഷെ പുണ്യത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ എന്തിനാ രക്ഷ നേടേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇപ്പോ പുണ്യം ചെയ്യുന്നത് നല്ലതല്ലേ? നമ്മളിപ്പോ ആരായാലും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും എന്താ പറയാ എല്ലാവരെയും നമ്മള് മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്നത് പല പല പുണ്യപ്രവർത്തനങ്ങളും ചെയ്യാനാണ് അല്ലെ? പക്ഷേ ഈ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അത് നല്ല ശരിയായ പുണ്യപ്രവർത്തനമായിരിക്കണം. ദ ബെസ്റ്റ് ചാരിറ്റി ഈസ് ടു എന്താ പറയാ പ്രീച്ച് ദി ഹോളി നെയിം ഓഫ് കൃഷ്ണ എന്ന് ശിലപ്രഭുപാദ് പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് നമ്മുടെ സൊസൈറ്റിയോടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ചാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം പ്രീച്ച് ചെയ്യുക എന്നുള്ളത്, ഭഗവാനെ പറ്റി പ്രീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഡിവോഷണൽ സർവീസ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ചാരിറ്റി. അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം. അപ്പോ ഓക്കെ, നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഫലം എന്ന് വെച്ചാൽ നമുക്കിപ്പോ സാധാരണ പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്ക് സ്വർഗലോകത്തിൽ എത്തിച്ചേരാൻ കഴിയും, അല്ലെങ്കിൽ ഉപരിലോകങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാവുന്നു എന്ന് വെച്ചാൽ അതുകൊണ്ട് അവിടെ ഉപരിലോകങ്ങളിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി, നമ്മുടെ പുണ്യത്തിന്റെ പുണ്യം എത്ര ചെയ്തു അതിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടാകാം. നമ്മൾ ആദ്യം നമ്മുടെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മാവിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചിത്രഗുപ്തൻ വായിക്കും. ആ ഇത്ര ഇന്ന കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്ര കൊല്ലം പുണ്യം ചെയ്തതിന് സ്വർഗലോകത്തിൽ കഴിയാം, ഇത്ര കൊല്ലം നരകലോകത്തിൽ കഴിയാം. ഇതിൽ ഏത് വേണം ആദ്യം? സ്വർഗത്തിൽ ആദ്യം പോണോ അതോ നരകത്തിലെ ശിക്ഷ അനുഭവിച്ചിട്ട് സ്വർഗത്തിൽ പോണോ എന്ന് ചോദിക്കാം. അപ്പൊ എന്നാ ഒബ്വിയസ്ലി എല്ലാവരും ആദ്യം സ്വർഗത്തിൽ പോകണമെന്നായിരിക്കും സെലക്ട് ചെയ്യുക. പറ്റൂല. അപ്പൊ നമ്മള് സ്വർഗത്തിൽ പോകുന്നു, പക്ഷെ അവിടെയും ഒരു ഡ്യൂറേഷൻ ഉണ്ട്. നമുക്ക് ഇത്ര കൊല്ലം അവിടെ നമുക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും
താഴേക്ക് വരണം. നമ്മുടെ പുണ്യത്തിന്റെ ആ അളവ്, അതിന്റെ ആ എന്താ പറയാ ഫലം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴേക്ക് വരേണ്ടി വരും. അപ്പൊ ഭഗവാൻ ഓൾറെഡി അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരുന്ന ശ്ലോകങ്ങളില്. ആ ബ്രഹ്മഭുവന ആ ലോകോ പുനരാവർത്തിനോ അർജുന. അർജുനൻ, നമ്മള് എത്രയൊക്കെ പുണ്യപ്രവർത്തനം ചെയ്ത് നിങ്ങൾ എത്രയൊക്കെ ഉപരിലോകങ്ങളിൽ പോയാലും, അതായത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉയർന്ന ലോകം എന്ന് പറയുന്നത് ബ്രഹ്മലോകമാണ്. ബ്രഹ്മലോകത്തില് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അവിടുന്ന് വീണ്ടും തിരിച്ച് എന്താ പറയാ ഈ ഭൂമണ്ഡലത്തിൽ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ശരീരം നിങ്ങൾക്ക് വീണ്ടും സ്വീകരിക്കേണ്ടി വരുന്നു ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മള് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബേസിക്കലി എന്താ പറയാ ഈ നമ്മുടെ ശരിയായ പ്രോബ്ലം എന്താണ്, ജനനമരണ ചക്കല ഈ ചങ്ങലയാണ്. അതിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നില്ല ആക്ച്വലി പുണ്യപ്രവർത്തനത്തിലൂടെ ആയാലും. അപ്പോ ആ പുണ്യപ്ര എന്താ പറയാ പുണ്യപ്രവൃത്തിയിൽ നിന്നും നമുക്ക് മുക്തി നമുക്ക് ലഭിക്കണം. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് നേടിത്തരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണ്? ഭഗവാന്റെ ഭക്തിയുടെ സേവനം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എന്താ പറയാ പാപപുണ്യ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി ലഭിക്കുന്നുള്ളൂ. അപ്പോ നമ്മള് ബുദ്ധിയുക്ത, അല്ലെങ്കിൽ എന്താ പറയാ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഭക്തിയുടെ സേവനമാണ്. അല്ലാതെ നമ്മള് ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്നല്ല അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പ്രഭുപാദ് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങള് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടണം എന്ന് പറയുന്നത്. അപ്പോ അതായത് പിന്നെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കർമ്മസു കൗശലം. അതായത് നമ്മളെപ്പോഴും ഭയങ്കര എന്താ പറയാ സ്കിൽഫുൾ ആയിരിക്കണം നമ്മള്. നമുക്ക് ഭയങ്കര അതിനെന്താണ് ഇവിടെ പറയുന്നത്, കർമ്മകുശലത. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞ കർമ്മകുശലത. ഭയങ്കര നമ്മള് നോക്കിയും കണ്ടും വേണം നമ്മള് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയാ ചില ആൾക്കാരെ കാണുമ്പോ തോന്നും, അയ്യോ ഇയാള് ഫുള്ളി എന്താ പറയാ ഫുൾ ഭൗതികപരമായ കാര്യങ്ങളാണല്ലോ ഇയാള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാള് അങ്ങനെ ഇരുന്നാലും പുറമേക്ക് ഭയങ്കര ഭൗതികവാദിയായി തോന്നിയാലും ചിലപ്പോ അയാള് ഉള്ളുകൊണ്ട് അതെല്ലാം എന്താ പറയാ അയാള് പുറമേ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും ഇപ്പൊ അയാള് ജോലി ചെയ്യുന്നു അതിന്റെ എല്ലാം അല്ലെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ടൊക്കെ അയാള് ഭക്തിയുടെ സേവനമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ബേസിക്കലി അയാളുടെ എന്താ പറയാ ഭൗതികമായ കർമ്മത്തെയും അയാള് എന്താ പറയാ ഭഗവാന്റെ സേവനമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇപ്പോ നമ്മള് ഭക്തിയുടെ സേവനം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോ പലരും ഇപ്പൊ എന്താ പറയാ ഒരുപാട് സേവനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെ ഭക്തിയുടെ സേവനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം? ഇപ്പോ നമ്മുടെ വീട്ടില് ഭഗവാനുണ്ട്. ഭഗവാന് നമ്മള് എന്താ പറയാ ഭഗവാന്റെ മൂർത്തിക്ക്, നമ്മുടെ വിഗ്രഹത്തിന് ഭഗവാന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്തുണ്ടാക്കിയാലും അത് ഭഗവാന് ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആക്ച്വലി ജീവിക്കുന്നത് എന്താ പറയാ നമ്മുടെ ശമ്പളം, അതായത് ഒരു ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കുന്നത് നമുക്ക് മൂന്ന് നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? അല്ലെങ്കിൽ നമുക്കൊരു വീട് വേണം, ഒരു ഷെൽട്ടർ വേണം, കുറച്ച് ആഹാരം വേണം, വസ്ത്രം വേണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട് വെച്ചു, അതില് ഭഗവാന് ചെറിയൊരു പൂജാമുറി ഉണ്ടാക്കി ഭഗവാനെ അതിൽ വെച്ചു. അപ്പൊ ആ വീടും ഭഗവാന്റെ വീടാക്കി മാറ്റി നമ്മള്. പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും അത് ഭഗവാന് ഓഫർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇപ്പൊ നമ്മള് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് മേടിക്കുന്ന എല്ലാ ഭക്ഷണവും എല്ലാം അതും ഭഗവാന് സമർപ്പിച്ചിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇനി നമ്മൾ എന്താ പറയാ വസ്ത്രം വാങ്ങിച്ചു, പക്ഷെ അതും നമ്മള് ഭഗവാന് ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തില് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെല്ലാം കൃഷ്ണ കീർത്തനമാക്കി മാറ്റാൻ പറ്റും. നമുക്ക് ഇപ്പൊ ഭഗവാന്റെ നാമം പാടുന്നു, അതും കൃഷ്ണ കീർത്തനമാണ്. ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യുന്നു, അതും കൃഷ്ണ കീർത്തനമാണ്. അങ്ങനെ എന്താ പറയാ നമ്മള് ഭഗവാന് വേണ്ടി എന്ത് ചെയ്താലും, ഇപ്പോ എന്താ പറയാ നമ്മള് ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് നമ്മൾ വഴക്ക് കൂടിയാലും അതും കൃഷ്ണ കീർത്തനമാണെന്നാണ് പറയുന്നത്. അതും ഭഗവാന്റെ സേവനമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഭഗവാനുമായി ബന്ധപ്പെടുത്തി നമ്മുടെ എന്താ പറയാ ഭഗവാനെ സെന്റർ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതെല്ലാം ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുടെ സേവനമാണ്. ഇപ്പോ നമ്മള് നമ്മുടെ പ്രവൃത്തികളെ ആക്ച്വലി നമ്മള്
നമുക്ക് അത് ചെറിയൊരു സട്ടിൽ ലൈനാണ്. നമ്മളത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എന്താ പറയാ ഭൗതികമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പൊ പല എന്താ പറയാ നമുക്കിപ്പോ കാണാം പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും അവരെല്ലാം നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ അതിന്റെ എന്താ പറയാ നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. അതിനെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ എന്താ പറയാ തുറസായ സ്ഥലത്ത് ചെന്നിരുന്ന് കുറച്ചു നേരം എന്താ പറയാ നേച്ചറുമായിട്ട് നിങ്ങൾ ഒരു കണക്ഷൻ ഉണ്ടാക്കണം. ഇങ്ങനെ ഇതെല്ലാം പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ പ്രവൃത്തികളിൽ നിന്നൊക്കെ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് വെറും താത്കാലികമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ടെമ്പററി ഒരു എഫക്റ്റേ നമുക്ക് തരുന്നുള്ളൂ. അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നമുക്ക് അതിൽ നിന്നൊന്നും മുക്തനാവാനേ ഇതെല്ലാം ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. പക്ഷെ ഇതിൽ നിന്നെല്ലാം എന്താ പറയാ നമുക്ക് എറ്റേണലി അല്ലെങ്കിൽ എന്താ പറയാ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിന് നമുക്ക് ഭഗവാന്റെ ഹെൽപ്പ് വേണം. നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നെല്ലാം മുക്തരാവാൻ കഴിയുള്ളൂ. കാരണം ഒന്ന് ഈ ഭൗതിക ലോകം ഭഗവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ ബഹിരംഗ ശക്തിയായ മഹാമായയാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ശ്രീല പ്രഭുപാദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും സ്വരൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മള് ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ജീവേര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ്. ഭഗവാന്റെ കാരണം ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, മമൈ വംശോ ജീവലോകെ ജീവഭൂത സനാതന. നിങ്ങളെല്ലാവരും എൻ്റെ അംശങ്ങളാണ്. എല്ലാ ജീവജാലങ്ങളും എൻ്റെ അംശമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ നമ്മള് ഭഗവാന്റെ അംശമാണെങ്കിൽ ഭഗവാൻ പൂർണ്ണനും നമ്മള് ഭഗവാന്റെ അംശമാണെങ്കിൽ ആ പൂർണ്ണനായ ഭഗവാനെ ആണ് നമ്മള് സേവനം ചെയ്യേണ്ടത്. പിന്നെ ഈ ഭൗതിക ലോകത്തില് നമുക്ക് കിട്ടുന്ന എല്ലാ സുഖങ്ങളും എന്താ പറയാ അതെല്ലാം താൽക്കാലികമായ സുഖങ്ങളാണ്. കാരണം ഭഗവാന്റെ മഹാമായയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്താ പറയാ ഭഗവാനെ ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പൊ നമ്മള് ഭഗവാനെ നമ്മള് ആ, സേവ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതികമായ സുഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എറ്റേണലി അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് മുക്തനാവാൻ കഴിയും. ഇപ്പോ നമ്മള് എങ്ങനെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വന്നത്? അപ്പൊ ആഹ് ആഹ് നമ്മൾ ആലോചിക്കും. അതായത് എന്താ പറയാ ഭഗവാൻ നമ്മള് എല്ലാം ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് നമ്മള് ഭഗവാന്റെ അടുത്ത് ആധ്യാത്മിക ലോകത്തിലുണ്ടായിരുന്നു. ആഹ് പക്ഷെ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ ഒരിക്കൽ എപ്പോഴും നമുക്ക് ഭഗവാൻ ചെയ്യുന്ന പോലെ, അതായത് ഭഗവാൻ ആനന്ദിക്കുന്ന പോലെ നമുക്കും ഒന്ന് ആനന്ദിക്കാൻ തോന്നി അല്ലെ? അപ്പോ അതുകൊണ്ട് നമ്മളെല്ലാവരും താഴേക്ക് വന്നു അല്ലെ? ഭൗതിക ലോകത്തിലേക്ക് നമ്മള് ഫാൾ ഡൗൺ ആയി, നമ്മളെല്ലാം താഴേക്ക് പതിച്ചു എന്ന് നമ്മള് കേട്ടിട്ടുണ്ടാവും. അപ്പോ നമ്മള് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? പദം ഗച്ഛന്തി അനാമയം. അതായത് പദം അനാമയം, അതായത് അനാമയം എന്ന് വെച്ചാൽ ദുഃഖമില്ലാത്ത സ്ഥലം. അതാണ് നമ്മുടെ ലക്ഷ്യം. ദുഃഖമില്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ വൈകുണ്ഠമാണ്. വൈകുണ്ഠം അതായത് കുണ്ഠങ്ങളില്ലാത്ത സ്ഥലം, അതാണ് വൈകുണ്ഠം. അല്ലെങ്കിൽ ഭഗവാന്റെ ധാമമാണ് നമുക്ക് ദുഃഖമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ നമ്മള് അവിടുന്ന് താഴേക്ക് വന്നു. അപ്പൊ എന്താ നമ്മൾ താഴേക്ക് വരാൻ കാരണം? നമ്മള് ഭഗവാനും എന്താ പറയാ ഭഗവാൻ ആനന്ദിക്കുന്ന പോലെ നമ്മളും ഒന്ന് ആനന്ദിക്കാൻ ശ്രമിച്ചു അല്ലെ? ആഗ്രഹിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മള് താഴേക്ക് വന്നു. അപ്പോ ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മിക ലോകത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ചിന്താമണി ധാമമാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് അപ്പൊ തന്നെ നമുക്ക് നടന്നു കിട്ടും. നമ്മുടെ മനസ്സിൽ വെറുതെ ആഗ്രഹിച്ചാൽ മതി, അത് അപ്പോ നടന്നു കിട്ടും. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് എന്താ പറയാ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയാൽ മതി നമുക്ക്, അതും ഫുൾഫിൽ ആവും. അപ്പൊ നമുക്ക് ഓക്കെ ഭഗവാൻ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, ഭഗവാനെ സെപ്പറേറ്റ് മാറ്റി നിർത്തി നമുക്ക് ഒന്ന് ആനന്ദിക്കണം എന്ന് തോന്നി. ഓക്കെ, ഭഗവാൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്തു തരുന്നു. നമ്മൾ നേരെ ഭൗതിക ലോകത്തിലേക്ക് വരുന്നു. ഈ നമ്മൾ ഇവിടെ കിടന്ന്
കഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇത് ഒരിക്കൽ ശ്രീല പ്രഭുപാദിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ, ആത്മതത്വ പ്രഭുവിന്റെ ക്ലാസ്സിൽ അദ്ദേഹം നല്ലൊരു ഇൻസൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇതിന്. അതായത് ഇത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു പൂവെടുത്ത് ഭഗവാന് ഒന്ന് മണപ്പിക്കാൻ കൊടുക്കുകയാണ് നമ്മള് അതിന്റെ ആധ്യാത്മിക ലോകത്തില്. അപ്പൊ ഭഗവാൻ അത് സ്മെല് ചെയ്ത്, ആ നല്ല സ്മെല്ല്, എന്തൊരു നല്ല സ്മെല്ല് എന്ന് ഭഗവാൻ പറയാണ്. അത് കണ്ടപ്പോ നമുക്കൊന്ന് മനസ്സിലാക്കി, അതല്ലേ ഇന്ന് എനിക്കൊന്നും ആ പൂവൊന്ന് മണപ്പിക്കണം എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തോന്നുകയാണ്. ഈ തോന്നുന്ന സമയത്ത് തന്നെ നമ്മള് ആധ്യാത്മിക ആധ്യാത്മിക ലോകം വിട്ട് നേരെ ഭൗതിക ലോകത്തിലേക്ക് വരികയാണ്. ഓക്കെ. പിന്നെ ഇവിടെ കിടന്ന് നമ്മള് ഒരുപാട് എന്താ പറയാ ജനിച്ച് മരിച്ച് പല ശരീരങ്ങളും സ്വീകരിച്ച് നമ്മള് അവസാനം വീണ്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ ചെല്ലുകയാണ്. ധാമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോ നമ്മൾ ഈ പൂവും പിടിച്ച് അതുപോലെ നിൽക്കുന്നുണ്ടാവും. അയ്യോ, പെട്ടെന്ന് നമ്മള്, അയ്യോ ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടേ, ശ്ശെ, ഓഹ് വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മള് വീണ്ടും നമ്മുടെ സേവ ആരംഭിക്കും. ഇത്രയും എന്താ പറയാ, ഒരു നമുക്ക് ശരിക്കും നമ്മുടെ ആധ്യാത്മിക സ്വരൂപത്തിൽ നിന്ന് നമുക്ക് ചെറിയൊരു സ്വപ്നം കാണുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മളിപ്പോ ഇനി ഇവിടെ ഈ എന്താ പറയാ ഈ ജനനമരണ ചക്രങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ട് നമ്മള് അനുഭവിക്കുന്നത്. ശരിക്കും ശരിക്കും വെച്ചാ എന്താ പറയാ, കുറച്ച് ഒരു മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് ടൈം മാത്രമേ നമ്മള് ഇവിടെ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ഭയങ്കര എന്താ പറയാ, ഓ വർഷങ്ങളോളം ഉണ്ടെന്നുള്ള നമുക്ക് ഫീലിംഗ്. ഇതാണ് മായ എന്ന് പറയുന്നത്, ഭഗവാന്റെ ഇല്യൂഷറി പൊട്ടൻസി. ഇത് ഈ മായാശക്തിയില് എന്താ പറയാ, ഇതിനെ പേടിക്കാത്തവരായിട്ട് ആരുമില്ല. ഈവൻ ബ്രഹ്മ ശിവനും എല്ലാവർക്കും ഇതിനെ ഭയമാണ് അല്ലെ. ഇപ്പൊ പിന്നെ നമ്മുടെ കാര്യം ആലോചിക്കാനുണ്ടോ, നമ്മളും ഈ മായയുടെ ഇതിൽ പെട്ട് നമ്മളും എന്താ പറയാ അതിന്റെ എന്താ പറയാ എന്താ പറയാ അതിന്റെ ചരടുകളിൽ നമ്മളും എന്താ പറയാ മായ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളെ എന്താ പറയാ ഒരു പാവകുത്താട് എന്ന് പറയില്ലേ, മായയുടെ കയ്യിലെ പാവകുട്ടികളാണ് നമ്മളെല്ലാം. അപ്പൊ നമ്മളെല്ലാം അതിനനുസരിച്ച് ചെയ്യാണ്. പക്ഷെ എന്നാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ കഴിയണമെങ്കിൽ നമ്മള് ഭഗവാന്റെ പാദത്തെ നമ്മൾ ആശ്രയിക്കണം. ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തില് മമമായ ദുരത്തെയ, എന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്റെ മായയെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മായയെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാകും, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കും. കാരണം എന്താ പറയാ, നമ്മള് ഭഗവാന്റെ ശക്തിയാണ് മായ. മായ എന്താ പറയാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസാരകാരിയല്ല. ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ്. ഷീസ് വെരി പവർഫുൾ. അപ്പോ ആ മായയെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ആ മായയേക്കാൾ ശക്തിയുള്ള ഒന്നിനെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവണം. ആ മായയേക്കാൾ ശക്തിയുള്ളത് ആരാ? അത് അതിന്റെ നാഥനായ ഭഗവാൻ തന്നെയാണ് അല്ലെ. ഭഗവാൻ ഉണ്ടെങ്കിലേ നമുക്ക് മായയെ തരണം ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോ നമുക്ക് പല എന്താ പറയാ പുരാണങ്ങളിൽ നിന്നും പല കഥകളും ഉണ്ട്. ഇപ്പൊ നമുക്ക് കാണാം, എന്താ പറയാ ഭഗവാൻ മോഹിനിയായി വന്ന സമയത്ത് മഹാദേവന് വരെ കൺട്രോൾ പോയി. പിന്നെ മോഹിനിയാവതാരം എടുത്ത സമയത്ത് നമ്മുടെ അല്ല മോഹിനിയാവതാരം അല്ല, പിന്നെ സരസ്വതി വന്ന സമയത്ത്, പാലാഴി മദനത്തിൽ സരസ്വതി ഉണ്ടായ സമയത്ത് ബ്രഹ്മദേവൻ സരസ്വതിയുടെ പിന്നാലെ പോയി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇവരെല്ലാം. മനസ്സിലായില്ലേ? ഭഗവാന്റെ ഒരു എന്താ പറയാ ചെറിയൊരു ക്രിയേഷനിൽ തന്നെ ഇവരെല്ലാം, ഭഗവാന്റെ തന്നെ വേറൊരു സൃഷ്ടിയിൽ തന്നെ ഇതെല്ലാം കണ്ടപ്പോഴേക്കും അവര് എന്താ പറയാ ബ്രഹ്മാവും ശിവനും എല്ലാം ബിവിൽഡേഡായി. അപ്പൊ നമ്മളും അതുപോലെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ ആശ്രയത്തിൽ നമ്മൾ എപ്പോഴും ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മളും ഇതുപോലെ വീണ്ടും പോകും. അപ്പൊ അതിന് നമ്മള് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നമുക്കൊരു ആധ്യാത്മിക ഗുരു ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തില്. എല്ലാവരുടെയും ജീവിതത്തില് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കണം. ആ ഗുരു എന്താ പറയാ ശരിയായ ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരാളായിരിക്കണം അദ്ദേഹം. ഇനി ഗുരുവിനെ പറ്റി പത്മപുരാണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരു ആവാൻ യോഗ്യത ഒരു വൈഷ്ണവന് മാത്രമേ ഉള്ളൂ. അതായത് ഭഗവാന്റെ ഭക്തന് മാത്രമേ ഗുരു ആവാൻ കഴിയുള്ളൂ. ഇനി അതും കലിയുഗത്തില് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കലിയുഗത്തില് 4 സമ്പ്രദായങ്ങളാണ് പുരാണത്തിലും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓതറൈസ്ഡ് ആയിട്ടുള്ളത്. അത് ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, ബ്രഹ്മ സമ്പ്രദായം,
ബ്രഹ്മവാദ സമ്പ്രദായം, പിന്നെ രുദ്ര സമ്പ്രദായം. ഈ 4 സമ്പ്രദായങ്ങൾ. അപ്പൊ ഈ 4 സമ്പ്രദായങ്ങളിൽ നിന്നുള്ള ഒരാളായിരിക്കണം ഗുരു. അങ്ങനെ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിൽ നിന്ന് കൊടുക്കുന്ന എന്താ പറയാ, നമ്മള് ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. നമ്മള് 4 യമനിയമങ്ങൾ പാലിക്കും. പിന്നെ എന്താ പറയാ, നമ്മുടെ ഇത്ര മാല, 16 മാല നാമം ജപിക്കും. ഇപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പ്രതിജ്ഞ നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ അത് പാലിക്കേണ്ടിയിരിക്കുന്നു. ഇനി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തില് എഴുന്നേറ്റിട്ടുള്ള നമ്മുടെ ജപം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആ രാവിലെ എഴുന്നേറ്റിട്ടുള്ള നമ്മുടെ ജപം രാവിലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ അന്നത്തെ ദിവസത്തിലേക്കുള്ള നല്ലൊരു അവബോധം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിവോഷണൽ സർവീസ് ആക്കാൻ പറ്റുള്ളൂ. നമ്മള് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ആ ചാൻറ്റിങ് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ബാക്കി ദിവസത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്കത് നല്ലൊരു പ്രോപ്പർ കോൺഷ്യസിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തന്നെ ചെയ്താൽ നമുക്ക് ഇവിടെ പറഞ്ഞ എന്താ പറയാ കർമ്മകൗശലം, നമുക്ക് എല്ലാത്തിനെയും എന്താ പറയാ, നമുക്ക് നമ്മുടെ ആ അവബോധം ഫസ്റ്റ് സെറ്റായാൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ആക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാമജപം എന്ന് പറയുന്നത്, നാമജപം ചെയ്തില്ല, അയ്യോ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, അയ്യോ ഇത് ജപിച്ചില്ല, അയ്യോ എനിക്കിനി മാല കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്താ പറയാ ഒരു നമ്മുടെ നമ്മുടെ ഉള്ളിൽ എന്താ പറയാ, നമ്മളൊരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ഗോസ്റ്റ് ഹോണ്ട് ചെയ്യാന്ന് പറയില്ലേ. ഇപ്പൊ എന്താ പറയാ, ഒരു ദുരാത്മാവ് പ്രേതം നമ്മളെ പിന്നാലെ വന്ന് നമ്മളെ ശല്യം ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ മൈൻഡില് ഉണ്ടാവുമല്ലേ. പക്ഷെ ആക്ച്വലി അതൊരു നല്ലൊരു ലക്ഷണമാണ്. ആക്ച്വലി നാമജപം പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവബോധം സെറ്റാവും, നമ്മുടെ കോൺഷ്യസ്നസ് സെറ്റാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. അത് മാത്രമല്ല നമുക്ക് എല്ലാത്തിനും ഒരുപാട് സമയവും ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് അയ്യോ നമുക്ക് ഇത് ഒന്നിനും സമയമില്ല, എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നമ്മൾ പറയും എനിക്ക് സമയമില്ല, ജീവിക്കാണ്ട് നമുക്ക് നമ്മള് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും അല്ല നമ്മുടെ നാമജപം രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഭഗവാൻ പറയുന്ന ഈ കർമ്മകൗശലം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് എന്താ പറയാ, ജനനമരണ ചക്രങ്ങളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് രക്ഷപ്പെടാനും കഴിയും. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु, थैंक यू प्रभु. हरे कृष्णा. ഹരേ കൃഷ്ണ ജി. ഹരേ കൃഷ്ണ. നമുക്ക് മൈൻഡപ്പിയാം. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ദുഭ്യശ്ച പതിതാനാം വൈഷ്ണവേഭ്യോ नमो नमः. നരേന്ദ്ര വൈഷ്ണവ കീ ജയ. ശ്രീല जय പ്രഭുപാദ ഭഗവത്ഗീത കീ. ഹരേ जय കൃഷ്ണ. जय. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु प्रणव. थैंक यू प्रभु. हरे कृष्णा. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. हरे कृष्ण हरे कृष्ण. थैंक यू प्रभु जी. ഹരേ കൃഷ്ണ. हरे कृष्ण. जानू क्लोज ചെയ്തോളൂ.